ഒരിക്കലും എന്നെ സഹായിച്ച നിങ്ങൾ വീണ്ടും ഒരിക്കലും എന്നെ കൂടെ സഹായിക്കണം. എനിക്ക് എന്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം, കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും എന്നെ ഒന്നും കൂടി സഹായിക്കണം പ്ലീസ്. എന്താ അപേക്ഷ? എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം. എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് പ്രിൻസി. ഇതിൻ്റെ വലിയ 2 വർഷം മുമ്പ് മജ്ജ മാറ്റി വെച്ചിരുന്നതാണ്. വിധിയുടെ വിളയാട്ടം കൊണ്ട് വീണ്ടും എൻ്റെ മകൾക്ക് വീണ്ടും അസുഖം തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി ഞങ്ങൾ വെല്ലൂർ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നല്ലവരായ നാട്ടുകാരെ കൈകളിൽ സഹായിച്ചുകൊണ്ട് മാത്രമാണ് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്. വീണ്ടും മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതൊരു 40 ലക്ഷം രൂപയുടെ ചെലവാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ചികിത്സയിൽ ഇവിടെ ഇരുന്നുകൊണ്ടിരുന്നത്. വീണ്ടും ഈ ദൈവമായ തുക ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല. എന്റെ മകളെ നിങ്ങൾ സഹായിക്കണമെന്ന് നമസ്കാരം പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ ജഗദീഷ് അത്തിക്കൊറ്റ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് സഹായിക്കണം, ഒന്ന് ചേർത്ത് പിടിക്കണം. തൃശ്ശൂർ ജില്ലയിലെ മടക്കത്ര പഞ്ചായത്തിൽ കട്ടിലപ്പൂവിൽ എന്ന ലിയാമോളുടെ വീട് 2023 ഞങ്ങൾ ചെയ്തു. ആ പൊന്നുമകളെ നാടും നഗരവും ആ പ്രദേശവാസികളും എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചു. മജ്ജമാറ്റിക്കും, മജ്ജയിൽ ക്യാൻസറാണ്, ബോൺമാരെ ട്രാൻസ്പ്ലാന്റേഷനാണ്. ആ പൊന്നു മകൾക്ക് വേണ്ടിയിട്ട് അന്ന് ഈ പൊന്നു മകനാണ് മജ്ജ കൊടുത്തത്. ഇന്ന് വിധിയുടെ വിളയാട്ടം എന്ന പൊന്നുമകൾക്ക് അസുഖം തിരിച്ചു വന്നു. 3 മാസമായി വലിയൊരു CMCയിൽ അഡ്മിറ്റ് ആണ് പൊന്നുമകൾക്ക്. അച്ഛന്റെയും അമ്മയുടെയും മജ്ജയാണ് ഇപ്പോൾ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ക്രോസ് മാച്ച് ആയിട്ടുണ്ട്. ഇനി 40 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ പൊന്നുമകൾ 6ാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുകയാണ്. ഈ പൊന്നുമകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മറ്റുള്ള കുട്ടികളെ പോലെ ഈ പൊന്നുമകൾ കളിച്ച് ചിരിച്ച് പുള്ളിക്ക് പോകുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും നമ്മുടെ മക്കളെ പോലെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും സഹായിക്കണം. ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ നിങ്ങൾ? ആ പൊന്നു സഹോദരൻ ഒരു സെയിൽസ്മാനാണ്. നിങ്ങൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ അമ്മയെ, ആ പൊന്നുമകളെ, ആ കുടുംബത്തെ ഒന്ന് കരകയറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് ദൈവതാമത്തിൽ നിങ്ങളോട് ഓരോരുത്തരും അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. മടക്കത്ര പഞ്ചായത്തിലെ 11 വയസ്സ് മാത്രമുള്ള നമ്മുടെ കുഞ്ഞനുജത്തി ലിയാമോൾ നമ്മുടെ എല്ലാവരുടെയും സഹായം തേടുന്ന ഒരു ഘട്ടം കൂടി വന്നിരിക്കുകയാണ്. മടക്കത്ര പഞ്ചായത്തിലെ കട്ടിലപ്പൂവത്ത് പ്രവീൺ പ്രിൻസി ദമ്പതികളുടെ മകളായിട്ടുള്ള 11 വയസ്സുകാരിയെ നേരത്തെ നമ്മൾ ശ്രീചിത്ര ആശുപത്രിയിൽ കൊണ്ടുപോയി ക്യാൻസർ ബാധ പൂർണ്ണമായിട്ടും മാറ്റാൻ വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ എല്ലാ സഹായത്തോടെ നല്ലതുപോലെ ചികിത്സിച്ചതാണ്. ലിയാമോൾ തിരിച്ചു വന്ന് സ്കൂൾ പ്രവേശനത്തിന് ഒരുങ്ങി സ്കൂളിലെ